ജനുവരി 19 രണ്ടാം ആഴ്ചയിലെ തിങ്കളാഴ്ച. മാർക്കോസ് 2:18 മുതൽ 22 വരെ വാക്യങ്ങൾ. കൈ സുഖപ്പെട്ടതിന് ശേഷം അത് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് ആരും വയ്ക്കാറില്ല. മഴ നിന്നതിന് ശേഷം സാധാരണ ആരും കുട പിടിക്കാറില്ല. വേനൽക്കാലത്തിന് ശേഷം ആരും ഓവർകോട്ടും കയ്യുറകളും ധരിക്കാറില്ല. നമ്മുടെ വിശ്വാസ ആചാരത്തിൽ ഉപവാസം, ആത്മത്യാഗങ്ങൾ തുടങ്ങിയ ബാഹ്യകാര്യങ്ങളെ ആശ്രയിക്കാനുള്ള ഒരു പ്രലോഭനം എപ്പോഴും ഉണ്ടാകാറുണ്ട്. യഥാർത്ഥ വിശ്വാസം, സത്യമതം, സത്യ ആരാധന എന്നിവ ഹൃദയത്തിൻ്റെ കാര്യമാണെന്ന് യേശു വാക്കിലൂടെയും മാതൃകയിലൂടെയും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നാം സ്നേഹത്തോടെ ചെയ്യുന്ന പ്രായശ്ചിത്തങ്ങളാണ് ദൈവത്തിന് കൂടുതൽ താല്പര്യമെന്ന് വിശുദ്ധ അൽഫോൺസും തർപ്പിച്ചു പറയുന്നു. യേശുവിൻ്റെ കാലത്തെ ഭക്തരായ യഹൂദന്മാർ മിശിഹായോടുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തിൻ്റെ അടയാളമായി അവൻ്റെ വരവ് വേഗത്തിലാക്കാനുള്ള ഒരു മാർഗമായി ഉപവസിച്ചിരുന്നു. മിശിഹ വന്നു കഴിയുമ്പോൾ അവരുടെ ഉപവാസത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുന്നു. നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ച ആളുകളോട് യേശു പറയാൻ ശ്രമിക്കുന്നത് ഈ സത്യമാണ്. ഒരു വിവാഹ വിരുന്നിൻ്റെ ഉദാഹരണമാണ് യേശു ഉപയോഗിക്കുന്നത്. യേശു തൻ്റെ ശ്രോതാക്കളോട് പറയുന്നു, വരൻ കല്യാണ പന്തലിൽ ഉള്ളിടത്തോളം കാലം അതിഥികൾ ഈ സന്തോഷകരമായ സന്ദർഭം ആഘോഷിക്കുന്നത് തുടരുമെന്നാണ്. ഉപവാസത്തിനുള്ള സമയം വരൻ അവരോടൊപ്പം ഇല്ലാതിരിക്കുമ്പോഴാണ്. കീറിയതും തുന്നേണ്ടതുമായ ഒരു മേലങ്കിയുടെ ചിത്രം യേശു പിന്നീട് ഉപയോഗിക്കുന്നു. ബുദ്ധിമാനായ ആരും ആ മേലങ്കിയിൽ തുന്നിച്ചേർക്കാൻ പുതിയ തുണി ഉപയോഗിക്കില്ല. തുണികളുടെ കാലപ്പഴക്കത്തിലെ വ്യത്യാസം കണക്കിലെടുക്കുമ്പോൾ അങ്ങനെ ഉപയോഗിച്ചാൽ കീറൽ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ. തുടർന്ന് യേശു വീഞ്ഞ് ഭരണിയുടെ ചിത്രം ഉപയോഗിക്കുന്നു. മുമ്പ് ഉപയോഗിച്ച തോൽക്കുടങ്ങൾ പൊട്ടിപ്പോകുമെന്നതിനാൽ അവയിൽ ഒരിക്കലും പുതിയ വീഞ്ഞ് ഒഴിക്കരുത് എന്ന് അവിടുന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ പഴയ അല്ലെങ്കിൽ ഒരുപക്ഷെ അനാരോഗ്യകരമായ പാറ്റേണുകൾ പിന്തുടരുന്നതിന് പകരം പുതിയ എന്തെങ്കിലും ചെയ്യാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു മാതൃകയെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഒരു നിമിഷം നമുക്ക് സ്വയം ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്താൻ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം എന്താണ്? അത് വരുത്തുന്നതിൽ ഞാൻ എത്രത്തോളം ഗൗരവമുള്ളവനാണ്? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.